ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ചേർക്കാൻ നമ്മൾ ഒരുമിച്ചു കൂടുന്ന സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. അവന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് യുൽപ്പത്തി പുസ്തകം 23-ാം അധ്യായമാണ്. കഴിഞ്ഞ തവണ നമ്മൾ 22-ാം അധ്യായം ആ മോറിയ മലയിലെ വലിയ വിശ്വാസ പരീക്ഷണം കണ്ടു, അല്ലേ? ശരിയാണ്. ആ ഒരു കൊടുമുടിയിൽ നിന്ന് നമ്മളിപ്പോ 23-ലേക്ക് വരുമ്പോൾ ഒരു താഴ്വരയിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ്. അതെ അതെ, വ്യക്തിപരമായ വലിയൊരു നഷ്ടം അബ്രഹാം നേരിടുകയാണ്, ഭാര്യ സാറായുടെ മരണം. തുടർന്ന് ആ ദുഃഖത്തിനിടയിലും ഒരു വാഗ്ദത്ത ഭൂമിയിൽ ആദ്യമായിട്ടൊരു അവകാശം സ്ഥാപിക്കുന്നതും നമ്മൾ കാണുന്നു. ഈ അധ്യായം ശരിക്കും പറഞ്ഞാൽ നഷ്ടം, പിന്നെ പൈതൃകം, വിശ്വസ്തത, ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ള ആഴത്തിലുള്ളൊരു ആശ്രയം, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ? തീർച്ചയായും. വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകൾ മാത്രമല്ല താഴ്ചകളും ഉണ്ടാകുമെന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ ദാസന്മാർക്കു പോലും നോക്കൂ, പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദന വരും. അപ്പൊ നമുക്ക് ആ സാഹചര്യത്തിലേക്കൊന്ന് നോക്കാം. സ്ഥലം കേനാൻ ദേശമാണ്, കിരിയത് അർബ, അതായത് ഇന്നത്തെ ഹെബ്രോൺ. അതെ, അവിടെ വെച്ചാണ് സാറാ മരിക്കുന്നത്. 127 വയസ്സുണ്ടപ്പോ. ഊരിൽ നിന്ന് അബ്രഹാമിനോടൊപ്പം ഇറങ്ങിപ്പുറപ്പെട്ട, വാർദ്ധക്യത്തിൽ അത്ഭുതമായി ഇസഹാക്കിന് ജന്മം നൽകിയ സാറ, അവളുടെ ആ ഭൗമിക യാത്ര അവിടെ തീരുകയാണ്. വചനം പറയുന്നത് ശ്രദ്ധേയമാണ്. അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ചു കരവാൻ അവിടേക്ക് വന്നു. അവൻ ആ ദുഃഖം മറച്ചുവെച്ചില്ല. അത് പ്രധാനമാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും വിശ്വാസികള് ദുഃഖിക്കാൻ പാടില്ല, എപ്പോഴും സന്തോഷിക്കണം എന്നൊക്കെ. പക്ഷെ അബ്രഹാം വിലപിച്ചു, കരഞ്ഞു. ആ സ്നേഹബന്ധത്തിന്റെ ആഴം കാണിക്കുകയാണ് അവിടെ. അതൊരു ദൗർബല്യമല്ല. അല്ല. ആ ദുഃഖാചരണം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു പ്രായോഗിക കാര്യത്തിന് എഴുന്നേൽക്കുന്നത്. സാറായെ അടക്കം ചെയ്യാൻ ഒരു സ്ഥലം വേണം. അതിനുവേണ്ടി അദ്ദേഹം സമീപിക്കുന്നത് ആ ദേശത്തുള്ളവരെയാണ്, ഹിത്യരെ, ഹേത്തിന്റെ പുത്രന്മാരെ. അവിടെ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്ന രീതി, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. ഓ അതെ, വാസ്തവത്തിൽ ആ ദേശം മുഴുവൻ ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്തതാണ്. എന്നിട്ടും ഒരു അവകാശവാദവും ഉന്നയിക്കുന്നില്ല. വളരെ വിനയത്തോടെയാണ് സമീപിക്കുന്നത്, ഒരു അന്യദേശക്കാരനെ പോലെ. ദൈവത്തിന്റെ വാഗ്ദാനം ഹൃദയത്തിലുണ്ട്, പക്ഷെ ആളുകളോട് ഇടപെടുമ്പോൾ ആ വിനയം കൈവിടുന്നില്ല. അതെ, അതാണ് അതിലെ ഒരു പ്രധാന പാഠം. അദ്ദേഹം ചോദിക്കുന്നത് ഒരു ശവക്കല്ലറയ്ക്കുള്ള അവകാശമാണ്, മരിച്ച ഭാര്യയെ മാന്യമായി സംസ്കരിക്കാൻ ഒരിടം. ആ അഭ്യർത്ഥന കേട്ടിട്ട് ഹിത്യരുടെ പ്രതികരണം എന്തായിരുന്നു? അത് അബ്രഹാമിനോടുള്ള അവരുടെ ബഹുമാനം കാണിക്കുന്നുണ്ട്. വളരെയധികം. അവർ പറയുന്നു, യജമാനനെ കേൾക്കണമേ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. ദൈവത്തിന്റെ പ്രഭു, അതൊരു വലിയ അംഗീകാരമാണ്, ഒരു പരദേശിയായി വന്നിട്ടും. അതെ, അവന്റെ ജീവിതം, അവന്റെ സാക്ഷ്യം ചുറ്റുമുള്ളവർ കണ്ടു എന്നർത്ഥം. അത് വെറും വാക്കല്ലായിരുന്നു. തുടർന്ന് അവരൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. വളരെ ഉദാരമായ വാഗ്ദാനം. ഞങ്ങളുടെ കല്ലറകളിൽ വെച്ച് മുഖ്യമായതിൽ തന്നെ മരിച്ചവരെ അടക്കം ചെയ്തു കൊള്ളുക. ഞങ്ങളുടെ ഏറ്റവും നല്ല സ്ഥലം എടുത്തോളൂ, സൗജന്യമായിട്ട്, ആരും എതിര് പറയില്ല. ശരിയാണ്. ഇതൊരു പക്ഷേ അവരുടെ ആതിഥ്യമര്യാദയുടെ ഭാഗമാകാം. എന്നാലും അബ്രഹാമിനോടുള്ള ബഹുമാനം അവിടെ വ്യക്തമാണ്. പ്രത്യേകമായിട്ടൊരു സ്ഥലം പറയുന്നുണ്ട്. എഫ്രോൺ എന്ന ആളുടെ നിലത്തിന്റെ അറ്റത്തുള്ള മക്പേല ഗുഹ, മാമ്രയ്ക്ക് സമീപം. എന്തുകൊണ്ടാണ് സൗജന്യം നിരസിച്ചത് എന്നല്ലേ? പല കാര്യങ്ങളുണ്ടാവാം. ഒന്ന്, സൗജന്യം വാങ്ങിയാൽ പിന്നെ അതൊരു കടപ്പാടായി മാറും, ഭാവിയിൽ എന്തെങ്കിലും തർക്കം വരാം. ശരിയാണ്. 2, അബ്രഹാമിന് വേണ്ടത് വെറും ഒരു ശവക്കുഴിയല്ല, കനാൻ ദേശത്ത് തന്റേതായ നിയമപരമായി ഉറപ്പുള്ളൊരു അവകാശം സ്ഥാപിക്കണം. ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ള അവന്റെ വിശ്വാസമാണത്. ഒരു പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസ പ്രഖ്യാപനം പോലെ. അതെ, ഭാവിയിലേക്കുള്ള ഒരു ഡൗൺ പേയ്മെന്റ്. 3, അത് അബ്രഹാമിന്റെ ഒരു സ്വഭാവം കൂടിയാണ്, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയാൻ ഇഷ്ടപ്പെടാത്ത ഒരു മാന്യത. അതെ, അത് ശരിയാണ്. അപ്പോ ആ എഫ്രോനുമായുള്ള സംഭാഷണം അതൊരു പ്രത്യേക രീതിയിലാണല്ലോ നടക്കുന്നത്. ആണ്. പഴയ കിഴക്കൻ ദേശത്തെ ഒരു കച്ചവട രീതിയാണത്. അബ്രഹാം ഗുഹയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എഫ്രോൺ ആദ്യം പറയുന്നത്, അയ്യോ യജമാനനെ, അങ്ങനെയല്ല, ആ നിലം ഞാൻ നിനക്ക് തരുന്നു, ഗുഹയും തരുന്നു, അടക്കം ചെയ്തോളൂ എന്നൊക്കെയാണ്. കേട്ടാൽ തോന്നും എല്ലാം ഫ്രീ ആണെന്ന്. അതെ, പക്ഷേ
അതൊരു വിലപേശലിന്റെ തുടക്കമാണ്. ഞാൻ തരുന്നു എന്ന് പറഞ്ഞാലും അതിനൊരു വിലയുണ്ടെന്നും അത് സംസാരിക്കാൻ തയ്യാറാണെന്നുള്ള സൂചനയാണത്. ഇത് മനസ്സിലാക്കി അബ്രഹാം വീണ്ടും അവരെ വണങ്ങിയിട്ട് നിലത്തിന്റെ വില തരാമെന്ന് ഉറപ്പിച്ചു പറയുന്നു. അതെ, അപ്പോഴാണ് എഫ്രോൻ വില പറയുന്നത്. 400 ഷേക്കൽ വെള്ളി. 400 ഷേക്കൽ വെള്ളി. എന്നിട്ട് പറയുന്നു, അത് എനിക്കും നിനക്കും തമ്മിൽ എന്തുമാത്രം? ഇത് ഈ 400 ഷേക്കൽ എന്ന് പറഞ്ഞ ചെറിയ തുകയാണോ? അല്ലേ അല്ല, അത് ഭയങ്കര വലിയൊരു തുകയാണ് അന്നത്തെ കാലത്ത്. ഒരു കണക്ക് പറഞ്ഞാൽ ഒരു വിദഗ്ധ തൊഴിലാളിയുടെ 10 വർഷത്തെ ശമ്പളത്തോളം വരും. ഓഹോ, അപ്പോ ഒരു ഗുഹയുള്ള സ്ഥലത്തിന് അത് അമിതമായ വില ആയിരുന്നിരിക്കാം. സാധ്യതയുണ്ട്. അതെന്തുമാത്രം എന്ന ചോദ്യം ഒരുപക്ഷേ ആ വലിയ തുകയെ ഒന്ന് ലാഘവത്തോടെ കാണിക്കാനുള്ള ശ്രമമായിരിക്കാം. പക്ഷെ അബ്രഹാം എന്തു ചെയ്തു? വിലപേശാൻ നിന്നോ? ഇല്ല, അതാണ് ശ്രദ്ധേയം. ഒട്ടും വിലപേശിയില്ല. വചനം പറയുന്നു, അബ്രഹാം എഫ്രോന്റെ വാക്കു കേട്ടു. ഹിത്യർ കേൾക്കെ പറഞ്ഞ നിലത്തിന്റെ വിലയായ 400 ഷേക്കൽ വെള്ളി വ്യാപാരികളുടെ നടപ്പ് തൂക്കപ്രകാരം അവന് തൂക്കിക്കൊടുത്തു. പട്ടണവാതിൽക്കൽ വെച്ച് എല്ലാവരും കാണെ തൂക്കമൊക്കെ കൃത്യമായി നോക്കി, ഒരു തർക്കത്തിനുമിടയില്ലാത്ത വിധം. അതെ, ആ ഇടപാടിലെ സുതാര്യത, ആ സത്യസന്ധത, അത് വളരെ പ്രധാനമാണ്. അതോടെ ആ നിലവും ഗുഹയും അതിലെ മരങ്ങളുമെല്ലാം നിയമപരമായി അബ്രഹാമിന്റെ സ്വന്തമായി. അതൊരു വെറും ഭൂമി കച്ചവടമല്ലായിരുന്നു. അതൊരു വിശ്വാസത്തിന്റെയും നീതിയുടെയും പ്രവൃത്തി കൂടിയായിരുന്നു. തീർച്ചയായും. വെള്ളി കൊണ്ടൊരു സാക്ഷ്യം സ്ഥാപിക്കുകയായിരുന്നു അവൻ. വാങ്ങിയതൊരു കല്ലറ മാത്രമല്ല, തലമുറകൾക്കുള്ള ഒരു ഉറപ്പും കൂടിയാണ്. അതെ, അബ്രഹാം തന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറായെ ആ മക്പേല ഗുഹയിൽ അടക്കം ചെയ്തു. ആ തീവ്രമായ ദുഃഖത്തിനിടയിലും ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ള തന്റെ പ്രത്യാശ ഉറപ്പിക്കുകയായിരുന്നു. അതെ, വാളുകൊണ്ടല്ല, നീതിപൂർവമായ ഒരു ഇടപാടിലൂടെ വെള്ളികൊണ്ട് കെനാനിൽ ആദ്യത്തെ അവകാശം നേടി. പിന്നീട് അബ്രഹാമും ഇസഹാക്കും റിബെക്കയും ലേയയും യാക്കോബുമെല്ലാം അടക്കപ്പെട്ടത് ഈ ഗുഹയിലാണെന്ന് ഓർക്കണം. ശരിയാണ്. അതൊരു സാധാരണ ശ്മശാനഭൂമിയല്ല. അതൊരു പ്രത്യാശയുടെ സ്മാരകമായി മാറി. അതെ, ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ള അവരുടെ അവകാശത്തിന്റെ അടയാളം. അപ്പൊ ഈ അധ്യായത്തിൽ നിന്ന് ഇന്നത്തെ നമുക്ക്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് പ്രായോഗികമായി എന്തൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്? നമ്മൾ ആദ്യം കണ്ടു ദുഃഖത്തെ അംഗീകരിക്കുന്ന കാര്യം. തീർച്ചയായും, ദുഃഖിക്കുന്നതൊരു തെറ്റല്ല. അതൊരു മനുഷ്യസഹജമായ വികാരമാണ്. അബ്രഹാം കരഞ്ഞതുപോലെ നമുക്കും നമ്മുടെ നഷ്ടങ്ങളിൽ ദുഃഖിക്കാം. പക്ഷേ ആ ദുഃഖത്തിൽ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കണം. ഓർമ്മകളെ ആദരിക്കണം. അതെ, ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിൽ പലപ്പോഴും ദുഃഖിച്ചിരിക്കാൻ പോലും സമയം കിട്ടാറില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ ഓർക്കാനും അവർക്കായി പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തണം. ചിലപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി ഒരു മരം നടുന്നത്, അല്ലെങ്കിൽ അവരാഗ്രഹിച്ചൊരു നല്ല കാര്യം ചെയ്യുന്നത്, അതൊക്കെ ആ ദുഃഖത്തെ ഒരു ക്രിയാത്മകമായ ഒന്നാക്കി മാറ്റാൻ സഹായിക്കും. പിന്നെ ആ പരദേശി മനോഭാവം, ദൈവത്തിന്റെ വാഗ്ദാനം കിട്ടിയിട്ടും അബ്രഹാം സ്വയം ഒരു യാത്രക്കാരനായി കണ്ടല്ലോ. അതിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഈ ലോകത്തിൽ സ്ഥിരമായി താമസിക്കാൻ വന്നവരല്ല എന്നൊരു ബോധ്യം. നമ്മുടെ വീടുകൾ, സമ്പാദ്യം, പദവികൾ, ഇതൊന്നും ശാശ്വതമല്ല. നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ് എന്ന ഓർമ്മ. അതെ, ഇത് ലോകത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ മുൻഗണനകൾ ശരിയാക്കാനാണ്. ഭൗതികമായ കാര്യങ്ങൾക്ക് പുറകെ ഓടാതെ നിത്യമായ കാര്യങ്ങൾക്ക് സ്നേഹം, സേവനം, ദൈവബന്ധം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് കരുണയും നീതിയും കാണിക്കാനും ഈ മനോഭാവം സഹായിക്കും. ഉറപ്പായും. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ ഒരുപോലെ യാത്രക്കാരാണ്. മൂന്നാമത്തെ കാര്യം, ആ ഇടപാടിലെ സത്യസന്ധത. അബ്രഹാം എഫ്രോൺ ഇടപാട്. അതെ, നമ്മുടെ വിശ്വാസം ഞായറാഴ്ച പള്ളിയിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ജോലിസ്ഥലത്ത്, കുടുംബത്തിൽ, എല്ലായിടത്തും അത് പ്രതിഫലിക്കണം. വാക്കിന് വിലയുണ്ടാവുക, നീതിയും സത്യസന്ധതയും പുലർത്തുക. അതെ, അബ്രഹാം പൂർണ്ണവില കൊടുക്കാൻ തയ്യാറായി. ഇടപാട് സുതാര്യമാക്കി. അത് ദൈവത്തോടുള്ള അവന്റെ ഭയഭക്തിയുടെയും നീതിബോധത്തിന്റെയും തെളിവാണ്. നമ്മുടെ ചെറിയ പ്രവൃത്തികൾ പോലും മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാകാം. അവസാനമായി ആ മരണത്തിനപ്പുറമുള്ള പ്രത്യാശ. മക്പേല ഗുഹ വാങ്ങിയത് ഒരു ഫ്യൂണറൽ അറേഞ്ച്മെന്റ് മാത്രമായിരുന്നില്ല. അല്ല, അതൊരു പ്രത്യാശയുടെ പ്രഖ്യാപനമായിരുന്നു. ഈ മരണം ഒരവസാനമല്ല. ദൈവം വാഗ്ദാനം ചെയ്ത ഒരു ഭാവി ഈ ദേശത്തുണ്ട്.
എന്റെ തലമുറ അത് അവകാശമാക്കും എന്ന് അബ്രഹാം ഉറപ്പിക്കുകയായിരുന്നു. ശവകുടീരം ഒരു അവസാനത്തിന്റെ ചിഹ്നമല്ല, പ്രത്യാശയുടെ സ്മാരകമായി മാറി. അതെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കും ഈ പ്രത്യാശയുണ്ട്. യേശു മരണത്തെ ജയിച്ചതുകൊണ്ട് മരണം നമുക്കൊരു വാതിൽ മാത്രമാണ്, നിത്യജീവനിലേക്കുള്ള വാതിൽ. ആ പ്രത്യാശ നമ്മളെ മരണഭയത്തിൽ നിന്ന് സ്വതന്ത്രരാക്കണം. അപ്പോ ഒരു ദുഃഖത്തിന്റെ താഴ്വരയിലും കൃപയുടെയും വാഗ്ദാനത്തിന്റെയും പ്രകാശം കാണാൻ അബ്രഹാമിന് കഴിഞ്ഞു. നമ്മളും അങ്ങനെ ആവണം. കൃപയോടെ ദുഃഖിക്കുക, ജ്ഞാനത്തോടെ യാത്ര ചെയ്യുക, മാന്യമായി ഇടപെടുക, പ്രത്യാശയോടെ കാത്തിരിക്കുക. ദൈവം നമ്മുടെ കണ്ണുനീരിനെ കാണുന്നവനാണ്, നമ്മുടെ കുറവുകളെ അറിയുന്നവനാണ്. നമ്മുടെ ശവകുടീരങ്ങളെപ്പോലും അവന്റെ മഹത്വത്തിന്റെ വാഗ്ദാനങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്. നമുക്ക് ഈ ചിന്തകളോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയുടെ എല്ലാ വഴികളിലും, ഞങ്ങളുടെ ഉയർച്ച താഴ്ചകളിൽ, സന്തോഷത്തിലും ദുഃഖത്തിലും ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന നല്ല ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവെ, സാറായുടെ വേർപാടിൽ അബ്രഹാം അനുഭവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും നഷ്ടങ്ങളും വേദനകളും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ആ സമയങ്ങളിൽ തളർന്നു പോകാതെ അങ്ങയുടെ മാറാത്ത സ്നേഹത്തിലും അങ്ങയുടെ വാഗ്ദാനങ്ങളിലും ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കണ്ണുനീര് കാണുന്നവനും മുറിവുകളെ സൗഖ്യമാക്കുന്നവനും പ്രത്യാശ നൽകുന്ന ആശ്വാസകനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവേ. അബ്രഹാമിനെ പോലെ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ സത്യസന്ധരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളെ ആദരവോടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കൃപ നൽകണമേ. വേർപാടിന്റെ വേദനയിൽ കഴിയുന്ന എല്ലാവരെയും അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, ഈ ലോകം ഞങ്ങളുടെ സ്ഥിരമായ ഭവനമല്ല എന്ന ബോധ്യം ഞങ്ങളിൽ എപ്പോഴും നിലനിർത്തണമേ. ഞങ്ങളിവിടെ പരദേശികളും യാത്രക്കാരുമാണ്. അതേ കർത്താവെ, ഭൗതികമായതിലേക്ക് ഞങ്ങളുടെ ഹൃദയം ഒട്ടിപ്പോകാതെ സ്വർഗീയമായതിനെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഇടപെടലുകളിലും, ചെറുതായാലും വലുതായാലും, സത്യസന്ധതയും നീതിയും പുലർത്താൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അങ്ങയെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായി തീരണമേ. വാർദ്ധക്യത്തിലും രോഗത്തിലും കഴിയുന്നവരെയും ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരെയും അങ്ങ് ഓർക്കണമേ. മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. അബ്രഹാം മക്പേല എന്നൊരവകാശം സ്നേഹത്തോടെയും നീതിയോടെയും സ്ഥാപിച്ചതുപോലെ ഞങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും സമാധാനത്തിന്റെയും ഇടങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. അങ്ങയുടെ ആശ്വാസത്തിനും കരുതലിനും സ്നേഹത്തിനും സ്തുതി. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയോടൊപ്പം ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ വചനചിന്തകളിൽ ഞങ്ങളോടൊപ്പമായിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ചിന്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് everyday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മറക്കരുത്, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. അടുത്ത തവണ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും വരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.